ഇതിൻ്റെ രചയിതാവ് ഡോക്ടർ ഷിജു സാം വർഗീസ്, ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തുന്ന റേച്ചൽ, ഇവിടെ സിംബോസിയിൽ പങ്കെടുക്കുന്ന ടി വി സജീവ്, സുനന്ദൻ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ പുസ്തകം പ്രകാശനം ചെയ്യാതിരിക്കാവുന്ന എല്ലാ യോഗ്യതയുള്ള ഒരാളാണ് ഞാൻ. അതിൽ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഈ പുസ്തകം മുഴുവനായിട്ട് കമ്പോട് കമ്പ് വായിച്ചു എന്ന് ഉള്ള അവകാശവാദം എനിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത, ഈ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ചും ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് സയൻസ് ഇഷ്ടമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ പഠന കാലയളവിൽ, സ്കൂൾ കാലയളവിൽ ശാസ്ത്രവും സാഹിത്യവും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 2000 വരെയൊക്കെ ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ, ശാസ്ത്രമണ്ഡലത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാതിരിക്കാനുള്ള യോഗ്യതയ്ക്ക് ഈ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പിന്നെ എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഷിജുവിനെ എനിക്ക് നല്ല പരിചയം ഉള്ള ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കമ്പോട് കമ്പ് വായിച്ചിട്ടില്ലെങ്കിലും ഈ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ലേഖനങ്ങൾ ഡൂൾ ന്യൂസിലും അതുപോലെ തന്നെ നവമലയാളിയിലൊക്കെ വരുന്ന കാലത്ത് അത് ഒന്നിച്ചല്ലെങ്കിലും ഒറ്റയ്ക്ക് വായിച്ച ഒരു ധൈര്യം ഉണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തത്, ഒരു ലേമൻ എന്ന് പറയുന്ന ഒരു ആ കാഴ്ചപ്പാടിന് ഉള്ള പ്രാധാന്യം ഷിജു ഈ പുസ്തകത്തിൽ നേരിട്ടല്ലെങ്കിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വഴിപോക്കൻ എന്ന് പറയുന്നത് അത് ഒരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ആ റെപ്രസെൻറ്റേറ്റീവിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു സംവാദത്തിൽ. അപ്പോൾ ശാസ്ത്ര വിമർശനത്തിൻ്റെ ഒരംശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ലേമനോട് ഈ പറയുന്ന ജ്ഞാനമണ്ഡലം എങ്ങനെ സംവേദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്കിവിടെ ഒരു സ്ഥാനം ഞാൻ തന്നെ കൽപ്പിക്കാം. ഇതിലെ അടുത്തൊരു സന്തോഷം, ഈ പുസ്തകം മലയാളത്തിൽ എഴുതി എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കേരളത്തെ പറ്റിയും മലയാളത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഞാനൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, അതിന് 100,000 സാമൂഹിക കാരണങ്ങളുണ്ട്. പക്ഷെ അതാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സൊസൈറ്റിക്കുള്ളിലാണ്, ഏത് സമൂഹത്തിനുള്ളിലാണോ ഈ പുസ്തകം സാംസ്കാരിക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടത്, ആ സ്ഥലത്തല്ല അത് പ്രകാശിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇൻ്റലിജൻഷ്യ പ്രവർത്തിക്കുന്നത് മുഴുവൻ കേരളത്തിന് പുറത്താണ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രശ്നത്തെ ഒരു തരത്തിൽ അഭിസംബോധന ചെയ്യുന്ന പുസ്തകം കൂടിയായിട്ട് ഇതിനെ മാറ്റണം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ശാസ്ത്രത്തിനെ സംബന്ധിച്ച ഒരു ചരിത്രം പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പരാധീനത എന്ന് പറയുന്നത് അതിനൊരു ഗ്ലോബൽ ചരിത്രമാണുള്ളത്. ഗ്ലോബൽ ചരിത്രം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ചരിത്രമാണ്. അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോ ഒക്കെയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം എഴുതപ്പെടുകയും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഹിസ്റ്ററി ഇല്ലാത്ത ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം, ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിനെ സംബന്ധിച്ച എന്ത് തരത്തിലുള്ള സാംസ്കാരിക വിചാരങ്ങളും യൂറോപ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വേണം തുടങ്ങാൻ. യൂറോപ്യൻ ഹിസ്റ്ററിയെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ശാസ്ത്രം ഈ പറഞ്ഞ പോലെ, ഇപ്പം ഗ്രീക്കുകാരുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടം വരെ അത് ഫിലോസഫിയായിട്ട് കൂടിച്ചേർന്ന് കിടക്കുന്ന ഒന്നായിരുന്നു. ശാസ്ത്രം ഒരു പ്രത്യേക ശാഖയായിട്ടോ ഒരു പ്രത്യേക ജ്ഞാനമണ്ഡലമായിട്ടോ അത് മാറിയിട്ടില്ല. അത് ഒരു ഫിലോസഫിയായിട്ട് കൂടി കലർന്ന് കിടക്കുന്ന ഒരു മിക്സ്ചറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ പൈതോറസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഫിലോസഫറുമാണ് അതേസമയം മാത്തമാറ്റീഷ്യനും ആയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ ഒരേ സമയം ഫിലോസഫേഴ്സുമാണ്, അവർ തന്നെയാണ് കാലത്തെ ശാസ്ത്രജ്ഞരെന്ന് അറിയാൻ സാധിക്കും. ഈ വിഭജനം വരുന്നത്, ഒരുപക്ഷെ വിഭജനം ആദ്യമായിട്ട് സംഭവിക്കുന്നത് സോക്രട്ടീസിലാണ്.
സോക്രട്ടീസ് ഫിലോസഫി എന്ന് പറയുന്നത്, ദാർശനികത എന്ന് പറയുന്നത് ഇന്നർ മൈൻഡിനെ, നമ്മുടെ ആന്തരസ്ഥലിയെ അന്വേഷിക്കുന്ന ഒന്നായിട്ട് സോക്രട്ടീസ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ സോക്രട്ടീസ് അതുവരെ ഉണ്ടായിട്ടുള്ള ഫിലോസഫേഴ്സിൽ നിന്ന് വളരെ വ്യത്യാസം ഉള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അതിന്ന് ശാസ്ത്രശാഖ എന്ന് വിളിക്കുന്ന ഒരു കാര്യമായിട്ടും സോക്രട്ടീസ് നേരിട്ട് ഇടപെട്ടിട്ടില്ല. മറിച്ച് മനുഷ്യൻ്റെ അന്തർസ്ഥലിയിൽ നടക്കുന്ന വലിയ തരത്തിലുള്ള സംഘർഷങ്ങളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തതെന്ന് പറയാം. പക്ഷെ അതേസമയം ഈ ശാസ്ത്രവും ഫിലോസഫിയും തമ്മിലുള്ള വേർപിരിവ് അവിടെ നടന്നിട്ടുമില്ല. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലാറ്റോ വലിയ ഫിലോസഫർ എന്ന പോലെ തന്നെ മാത്തമാറ്റീഷ്യനാണ്. അതേപോലെ തന്നെ ജ്യാമിതിയിൽ ഒരുപാട് സംഭാവന നൽകിയ ആളാണ്. അരിസ്റ്റോട്ടിൽ ഒരേ സമയം ദാർശനികനാണ്, ജീവശാസ്ത്രജ്ഞനും ആണ്. ഡെമോക്രറ്റിസ് എന്ന് പറയുന്ന ദാർശനികനാണ്. ഫിസിക്സിന് അടിസ്ഥാനമിട്ടിട്ടുള്ള ആറ്റോമിസം എന്ന് പറയുന്ന ആറ്റത്തെ പറ്റിയുള്ള പഠനം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്നും വലിയ തരത്തിൽ ഒരു വേർപിരിവ് ഉണ്ടാകുന്നുണ്ട്. സോക്രട്ടീസ് തൊട്ട് ഒരു വേർപിരിവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെ വേർപിരിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മിഡിൽ ഏജസ് ഒക്കെ വരുമ്പോൾ ഈ വേർപിരിവിൽ ഒരർത്ഥത്തിൽ ശാസ്ത്രം ഈ മധ്യകാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ സയൻസായിട്ട് മാറുന്നുണ്ട്. സൈദ്ധാന്തികമായിട്ടുള്ള ശാസ്ത്രം ഈ മധ്യകാലഘട്ടത്തിൽ വളരെ കുറവേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു പ്രായോഗിക ശാസ്ത്രമായിട്ട് പരിണമിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഫിലോസഫി ആട്ടെ ആ സമയത്ത് മുഴുവൻ ദൈവശാസ്ത്രത്തെ സേവിക്കാൻ പോയി. ദൈവശാസ്ത്രത്തിൻ്റെ പിന്നണി പാടുന്ന ഒന്നായിട്ട് ഈ മധ്യകാലഘട്ടത്തിൽ ഫിലോസഫി മാറുന്നുണ്ട്. പിൽക്കാലത്ത് റിനൈസൻസ് വരുമ്പോൾ വീണ്ടും ഇത് തമ്മിലുള്ള ഒരു ഡയലോഗും കൂടിച്ചേരലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ശാസ്ത്രവും ഫിലോസഫിയും തമ്മിലുള്ള അവസാനത്തെ ഡയലോഗ് ഒരുപക്ഷെ ഈ മോഡേൺ എറയിൽ നടക്കുന്ന കാൻഡിലാണ്. അത് ആദ്യ ചാപ്റ്ററുകളിൽ ഷിജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാന്റ് വളരെ കൃത്യമായിട്ട് ശാസ്ത്രവിമർശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിലോസഫിക് ആംഗിളിലുള്ള ശാസ്ത്രവിമർശനത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു അവസാനത്തെ ആളുകളിൽ ഒന്നാണെന്ന് പറയാം. ഇതിന് ശേഷം കാന്റിൻ്റെ ശിഷ്യന്മാർ മുഴുവൻ പല വഴിക്ക് പോയി. ഹെഗല് ഈ പറയുന്ന തരത്തിൽ യൂണിവേഴ്സൽ ഹിസ്റ്ററിയെ അഡ്രസ്സ് ചെയ്യാൻ പോയി. ഇപ്പുറത്ത് ഷോപ്പൻഹോവറും നീഷയും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ അവനവനുമായിട്ടുള്ള സംഭാഷണം എന്ന് പറയുന്നത് ആണ് ഫിലോസഫിയുടെ ഏറ്റവും വലിയ ഒരു ഏരിയ എന്നുള്ള നിലയ്ക്ക് ആ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വേർപിരിയൽ കാന്റിന് ശേഷം വലിയ തരത്തിൽ പൂർണ്ണമാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ശാസ്ത്രം ഇതിന് ശേഷം അതൊരു രാജജ്ഞാനമണ്ഡലമായിട്ട് മാറുന്നുണ്ട്. ശാസ്ത്രമാണ് സത്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജ്ഞാനം നമുക്ക് ലോകത്തെമ്പാടും അതിൻ്റെ ഉള്ളിൽ അതും അതിൻ്റെ രീതികളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ളത് ലോകം മുഴുവൻ ഉറപ്പിക്കുന്നത് അതിനുശേഷമാണ്. ഈ പറയുന്ന പോലെ ഫിലോസഫിക്കൽ സ്പെക്കുലേഷനൊക്കെ വിട്ടിട്ട് അത് സത്യത്തിൻ്റെയും അറിവിൻ്റെയും ഒരു പൂർണ്ണമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ലോകം മുഴുവൻ അത് എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നോക്കുമ്പോൾ പലതരം കമ്മ്യൂണിറ്റികളായിക്കോട്ടെ, ഇപ്പം റിലീജിയൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധം എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഓരോ കമ്മ്യൂണിറ്റി ഓരോ ജ്ഞാനമണ്ഡലവും തങ്ങൾ ശാസ്ത്രീയമാണ് എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരകല്ലായിട്ട് ഒരു വലിയ തരത്തിലുള്ള മാനദണ്ഡമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ശാസ്ത്രവിമർശനം എന്ന് പറയുന്ന പുസ്തകത്തെ പരിശോധിക്കേണ്ടത്. ഇത് ഈ പറയുന്ന തരത്തിൽ 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ജ്ഞാനമണ്ഡലമായി മാറുന്നതോടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കാണുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ലോകത്തെ എല്ലാ തരത്തിലുള്ള ലോകത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് മാർക്കറ്റും സ്റ്റേറ്റും തമ്മിലുള്ള ഇടപാടായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കക്ഷിക്കും സ്ഥാനമില്ലാത്ത തരത്തിൽ ഈ തരത്തിലുള്ള ഒരു മെക്കാനിസത്തിൽ കൂടിയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം, ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എല്ലാ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലും ഒരുപക്ഷെ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡെമോക്രസി ഇല്ലാത്ത സ്ഥലത്ത് ഇത് തന്നെയാണ് എന്നും നടന്നുകൊണ്ടിരുന്നത്. ഡെമോക്രസി ഉള്ള സ്ഥലത്തും ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം പോയി നേരെ മറിച്ച് മാർക്കറ്റും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡയലോഗിൽ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ലോജിക്കിനോ ഈ പറയുന്ന തരത്തിൽ മാർക്കറ്റിൻ്റെ ലോജിക്കിനോ അപ്പുറത്ത് ഒരു ജനതയുടെ വിമർശം എന്ന് പറയുന്നത് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്.
അപ്പോൾ സ്റ്റേറ്റും അതെ, മാർക്കറ്റും അതെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമകാലീനതയായിട്ട് മുന്നിൽ വെക്കുന്നത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു ആശയം എടുത്തിട്ടാണ് മുന്നിൽ വെക്കുന്നത്. സ്റ്റേറ്റിന് എന്തും ചെയ്യാവുന്ന തരത്തിൽ എന്ത് വന്നാലും അത് ശാസ്ത്രീയമാണെന്ന് പറയുന്ന ഒറ്റ മറുപടി കൊണ്ട് നമ്മളെ ഒരുപക്ഷെ കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ ആശങ്കകളെയും മുഴുവൻ സംശയങ്ങളെയും അതിന് ഔട്ട്ഡേറ്റഡ് ആക്കാൻ പറ്റും. ശാസ്ത്രീയ സമൂഹം അശാസ്ത്രീയ സമൂഹം എന്ന് പറഞ്ഞ് തരംതിരിച്ചാൽ ഒരു കമ്മ്യൂണിറ്റി സങ്കല്പം, ഡെമോക്രസിയിലെ കമ്മ്യൂണിറ്റി സങ്കല്പം മുഴുവൻ അശാസ്ത്രീയതയുടെ പക്ഷത്തേക്ക് സ്ഥാപിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇത് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ല 2000 വരെ ഞാൻ ഈ സംവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ പിന്തുടർന്നിട്ടുണ്ട്. 2000-ൻ്റെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവാദം ഉയർത്തുന്ന ഒക്ടോവിയോ പാസാണ്. നിങ്ങൾക്ക് അറിയാം, വലിയ കവിയാണ്, നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള കവിയാണ്, ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസഡർ ആയിരുന്നു, കേരളത്തെ പറ്റി വരെ കൊച്ചിയെ പറ്റി കവിത എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്ന ആ സമാഹാരം മുഴുവൻ ഇന്ത്യൻ കവിതകളാണ്. ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ എനിക്ക് ഇന്ത്യൻനെസ് അറിയാമെന്ന് വളരെ ധൈര്യത്തിൽ ചെന്നിരുന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പാസ്. പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കക്കാർക്ക് മുഴുവൻ, നമുക്ക് വലിയ സ്നേഹം ഉള്ള എഴുത്തുകാരാണെങ്കിൽ അവർക്ക് ആർക്കും ഇന്ത്യയിലൊരു ജീവിതത്തോട് അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പലരുടെയും റെസ്പോൺസ് ഉണ്ട്. ഇപ്പം നെരൂദയുടെ ഒരു ഇന്ത്യൻ വിവരണം ഉണ്ട്. നെരൂദ ഇന്ത്യയിൽ വന്നിട്ട് ഇവരെങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എന്ത് ജീവിതമാണ് ഇവിടെ എന്ന് ചോദിച്ച് പോകുന്ന സ്ഥലത്താണ് പാസ് വേറൊരർത്ഥത്തിൽ ഈ പറയുന്ന ഈ ഒരു ഈസ്റ്റേൺ ജീവിതത്തിൻ്റെ മെക്കാനിസം കുറേ കൂടി വിശാലമായിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ച ഒരാളാണ്. അതുകൊണ്ട് പാസിൻ്റെ ഒരു ശാസ്ത്ര വിമർശനം കുറച്ചുകൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വായിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഓർമ്മയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. പാസ് ആ സമയത്ത് ഇറങ്ങിയ കുറച്ച് ശാസ്ത്ര പുസ്തകങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ വലിയ ശാസ്ത്ര വിമർശനം നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ വെയിൻബർഗിൻ്റെ ഫസ്റ്റ് 3 മിനിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ ഫസ്റ്റ് 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫിസിക്സിൻ്റെ സാമാന്യ ജ്ഞാനമുള്ളവർക്കറിയാം, ഈ പ്രപഞ്ച ശാസ്ത്രം തുടങ്ങുന്നത് ബിഗ് ബാങ് തിയറി എന്നാണ്. അത് പൊട്ടിത്തെറിച്ചിട്ട് ആദ്യം പ്രപഞ്ചം ഉണ്ടാവുന്ന ഒരു വലിയ പൊട്ടിത്തെറി കൂടിയാണെന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അടിത്തറയിലാണ് കോസ്മോളജി നിൽക്കുന്നതെന്നറിയാം. അപ്പോൾ ഈ ഫസ്റ്റ് 3 മിനിറ്റ്സിനെ പറ്റിയിട്ടാണ് സ്റ്റീഫൻ വെയിൻബർഗിൻ്റെ പുസ്തകം. ആദ്യത്തെ 3 മിനിറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറി തുടങ്ങുമ്പോഴാണ് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് സമയമില്ല, അതിനു മുമ്പ് ഒന്നുമില്ല. അപ്പോൾ ഈ ഫസ്റ്റ് 3 മിനിറ്റ്സ് ലോകത്തിൻ്റെ ക്ലോക്ക്, പ്രപഞ്ചത്തിൻ്റെ ക്ലോക്ക് ചലിച്ച് തുടങ്ങിയ ആദ്യത്തെ 3 മിനിറ്റിനെ പറ്റിയാണ് പുസ്തകം. അപ്പോൾ പാസ് ചോദിക്കുന്നത് അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യന് സയൻസ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പാസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വെയിൻബർഗിൻ്റെ മറുപടി, വെയിൻബർഗ് ആ പുസ്തകത്തിൽ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒന്നുമില്ല, നത്തിങ് ആണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ അത് സംതിങ് അല്ല. സംതിങ് ആയാൽ മാത്രമേ നമുക്ക് ശാസ്ത്രത്തിന് ഇടപെടാൻ പറ്റുള്ളൂ. നത്തിങ്ങിൻ്റെ ഉള്ളിൽ, ഒന്നുമില്ലായ്മയ്ക്കുള്ളിൽ സൈലൻസ് ആണ് അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത്, പാസ് അതിനെ നേരെ സമീകരിക്കുന്നത് ഇത് പ്രാചീനമായ ഫിലോസഫിയാണ്, അല്ലെ പ്രാചീനമായ റിലീജിയൻ ഇസാണ്. എന്ന് പറഞ്ഞാൽ ബൈബിള് തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്ന് ദൈവം ഉണ്ടാക്കിയെന്നാണ്. അവിടെ ആകെ വ്യത്യാസം വെയിൻബർഗും ബൈബിളും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഉണ്മയില്ലായ്മ അല്ലെങ്കിൽ ഇല്ലായ്മ, ഇതിനിടയിൽ ബൈബിള് ഒരു മൂന്നാമതൊരു കടുങ്കഥ കൂടി കൊണ്ടുവന്നു, ദൈവം എന്ന് പറയുന്ന കടങ്കഥ കൂടി കൊണ്ടുവന്നു. ഇതേ വ്യത്യാസമുള്ളൂ. ഈ ദൈവം എന്ന് പറയുന്ന കടുങ്കഥ കൊണ്ടുവന്നപ്പോൾ ഒരു പക്ഷേ പാസ് പറയുന്നത് ശാസ്ത്രീയമായ വിശദീകരണത്തെക്കാളും കുറേ കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഏതാണെന്നാണ്. ഇത് സത്യത്തിൻ്റെതല്ല, സംവാദമാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കണം, അല്ലാതെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല. ഈ പറയുന്ന ഫസ്റ്റ് 3 മിനിറ്റ്സിന് മുമ്പ് എന്താണെന്നുള്ളത് വെയിൻബർഗ് വിശദീകരിക്കുന്നത് ഫിലോസഫിയുടെ ഭാഷയിലും റിലീജിയൻ്റെ ഭാഷയിലും തന്നെയാണെന്നാണ് പാസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രീയ ഭാഷ എന്ന് നമ്മൾ പറയുന്നത്, ഈ ശാസ്ത്രത്തിൻ്റെ വസ്തുസ്ഥിതി കഥനം എന്ന് പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ സത്യകഥനം എന്ന് പറയുന്നത്, അത് ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ തുടർച്ചയായിട്ട് സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ റിലീജിയൻ്റെ ഭാഷയാണ്.
അല്ലെങ്കിൽ ഫിലോസഫിയുടെ ഭാഷയാണ്. അത് പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജമാർഗം, ഈ പറയുന്ന സത്യം ഞങ്ങളാണ്, സത്യത്തിൻ്റെ ഫോർമുല ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്ന സംഗതി പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അത് പറയാതെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഭാഷ എടുത്തു വയ്ക്കുന്നു. പാസ് പറയുന്നത് ഈ വെയിൻബർഗിന്റെ വിശദീകരണം പ്ലാറ്റോന്റെ വിശദീകരണം സമാണ്. പ്ലാറ്റോ ഡെമിയർജ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെമിയർജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവരുന്നുണ്ട്. ഈ ഡെമിയർജ് എന്ന് പറഞ്ഞാൽ ഉള്ള ആളല്ല, പക്ഷെ ഒരു ആശാരിയാണ്, ഒരു എഞ്ചിനീയറാണ്. ആ എഞ്ചിനീയറിന്റെ കൈക്രിയയായിട്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ വരുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മെക്കാനിക്സ് മുഴുവൻ രൂപം കൊടുക്കുന്നത് അങ്ങനെയാണെന്ന് പറയുന്ന ആശയം പ്ലാറ്റോ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ നിയോ പ്ലാറ്റോണിസ്റ്റുകളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സത്താപരമായിട്ടുള്ള വ്യത്യാസം ഈ സയന്റിസത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പറയുന്ന ഈ പുസ്തകം വെച്ചിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം അദ്ദേഹം എടുക്കുന്ന ഫ്രാൻസിസ് ക്രിക്കിൻ്റെ ലൈഫ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ DNA കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തത്തിലെ പങ്കാളിയായിരുന്നു ഫ്രാൻസിസ് ക്രിക്ക്. ഈ ക്രിക്കിൻ്റെ പുസ്തകത്തിൽ ലൈഫിൻ്റെ ഒറിജിനെ പറ്റിയിട്ടാണ്, ഈ ജീവൻ്റെ ഒറിജിനെ പറ്റിയിട്ടാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഈ ജീവൻ്റെ ഒറിജിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ക്രിക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ജീവൻ ഭൂമിയിലല്ല ഉണ്ടായത്. ജീവൻ ഉണ്ടാവാൻ പറ്റിയ ഒരു പരിസരം ഭൂമിയിൽ ആ കാലത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൂമിയല്ല അത്. ജീവന് നിലനിൽക്കാൻ പറ്റിയ ഒരു പരിസരം, അല്ലെങ്കിൽ ജീവൻ ഉടലെടുക്കാൻ പറ്റിയ പരിസരമില്ല. അപ്പോൾ വേറെ ഏതോ ഒരു ഗാലക്സിയിൽ നിന്ന് ജീവൻ്റെ സ്പോറുകൾ ഭൂമിയിലെത്തുകയാണ് ഉണ്ടായതെന്നാണ് ക്രിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ്. അതിൻ്റെ ഉള്ളിൽ ശാസ്ത്രീയമായ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം വയ്ക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കിൻ്റെ ആർഗ്യുമെൻ്റ് അല്ല. അതിനു മുമ്പ് തന്നെ നോബൽ പ്രൈസ് കിട്ടിയ അറേനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ അത്രയും ദൂരം നീന്തി വന്നിട്ടാണ് ജീവൻ ഭൂമിയിലെത്തുന്നത്. ബാക്ടീരിയയാണ് എത്തുന്നത്. കാരണം ബാക്ടീരിയയ്ക്കാണ് ഒരു സവിശേഷമായ ഒരു ഇത് കിട്ടിയാൽ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു സംഗതി. അപ്പോൾ ഇതെങ്ങനെയെന്ന് പലതരത്തിലും വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിവരണം മുഴുവൻ പ്രാചീനമായ മതത്തിൻ്റെ അല്ലെങ്കിൽ പ്രാചീന ഫിലോസഫിയുടെ ഭാഷയിലാണിത് സംഭവിക്കുന്നത്. എങ്ങനെ എത്ര ദൂരം പോയി എന്ന് പറഞ്ഞ് ശാസ്ത്രീയമായിട്ടല്ല ഒരിക്കലും അത് ക്രിക്ക് പറയാൻ ശ്രമിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലെ ഭാഷ എന്ന് പറഞ്ഞാൽ പഴയ ഫിലോസഫിയുടെ ഭാഷയാണ്. പഴയ ഫിലോസഫിയുടെ സ്ഥിരം പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനും കൈയൊഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാന്റിന് ശേഷം ഹെഗലിനെ പോലെയുള്ള ആൾക്കാർ നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് പോയി. ഷോപ്പൻഹോവറേയും നീഷയെ പോലെയുള്ള ആൾക്കാർ അവനവനുമായിട്ടുള്ള ഡയലോഗിലേക്ക് ഫിലോസഫിയിലേക്ക് പോയി. പിന്നീട് വന്ന ഫിലോസഫേഴ്സ് ഒക്കെ തന്നെ ഫിലോസഫി തന്നെയാണ് അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അവർ ഓരോ പുതിയ തലമുറ വരുമ്പോഴും മുമ്പത്തെ തലമുറയുടെ ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റുകൾ മുഴുവൻ നിരാകരിച്ച് പുതിയ കാര്യം അവതരിപ്പിക്കും. അങ്ങനെ പോകും. അല്ലെങ്കിൽ ക്രിട്ടിക് ഓഫ് റീസൺ എന്ന് പറയുന്നത്, യുക്തിയുടെ വിമർശനം എന്ന് പറയുന്നത്, വില്ലിൻ്റെ വിമർശനം എന്ന് പറയുന്നത്, ഫിലോസഫിയുടെ തന്നെ വിമർശനം എന്ന് പറയുന്നത്, അതും അല്ലെങ്കിൽ ഭാഷയുടെ വിമർശനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കെടുന്നതോടുകൂടി ഈ ഫിലോസഫി അവിടെ ഒതുങ്ങിയതോടുകൂടി അന്തർസ്ഥലി തൊട്ട് കോസ്മിക് സ്ഥലി വരെയുള്ള പ്രപഞ്ചസ്ഥലി മുതൽ മനുഷ്യൻ്റെ ഉള്ളിലെ ആന്തരസ്ഥലി വരെയുള്ള ഒരു വലിയ ഏരിയയുടെ ജ്ഞാനമണ്ഡലത്തിൻ്റെ കുത്തക ശാസ്ത്രം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനെ ഫിലോസഫി കൈവടിഞ്ഞ സ്ഥലത്ത് നിന്ന് ശാസ്ത്രം അതിൻ്റെ ഓട്ടടയ്ക്കാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ ക്രിക്കിൻ്റെ പുസ്തകം വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ വെയിൻബർഗിൻ്റെ പുസ്തകം വെച്ചിട്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഒരു സംഗതി അവതരിപ്പിക്കുന്ന മെർവിൻ മിൻസ്കിയുടെ പുസ്തകത്തെ വിമർശിക്കുന്നുണ്ട്. മെർവിൻ മിൻസ്കിയുടെ പുസ്തകത്തിൽ ഈ ആർട്ടിഫിഷ്യൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ഞാൻ ചിന്തിക്കുകയാണെന്ന് എനിക്കറിയാൻ പറ്റും, ഞാൻ ആലോചിക്കുകയാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ട്. അത് സോൾ ബോഡി എന്ന് പറയുന്ന സ്പ്ലിറ്റാണ്. സോൾ ബോഡി എന്ന് പറയുന്ന സ്പ്ലിറ്റ് ഒരിക്കലും മെറ്റാഫിസിക്കൽ മീനിങ്ങിലല്ല, മറിച്ച് നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ അന്വേഷിക്കുന്ന ഒരു ഘടകം നമുക്കുള്ളിലുള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറയുന്ന ചിന്ത മനുഷ്യനുണ്ട്.
ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനത്തിന് അത് ചിന്തിക്കുകയാണെന്ന് ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അത് ഒരു സോൾലെസ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആത്മരഹിതമായിട്ടുള്ള ഒരു ബുദ്ധിയാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. അപ്പൊ പാസ് പറയുന്നത് ഇത് തന്നെ ആണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ബുദ്ധിസം സോളിനെ നിരാകരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് സോളിനെ നിരാകരിച്ചാൽ നിങ്ങൾക്ക് നിർവ്വാണം കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സോളിനെ സൃഷ്ടിക്കുന്ന എല്ലാ തരത്തിലുള്ള, ഇപ്പം നമ്മുടെ ദുഃഖം എന്ന് പറയുന്ന ആശയമാവാം, നമ്മുടെ ഫീലിങ്സ് ആവാം, ഈ പറയുന്ന തരത്തിലുള്ള ആശയത്തെ നിരോധിച്ച് സോൾ എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന സംഗതിയെ നിരോധിച്ചാൽ നിങ്ങൾക്ക് നിർവ്വാണം കിട്ടുന്നുള്ള ബുദ്ധിസത്തിൽ നിന്ന് പറയുന്നതും ഇപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സോൾലെസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. ഒന്ന് റിലീജിയസ് ആണ്, ഒന്ന് ഭാവനാത്മകമാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആണെന്ന് പറയുന്ന ഒറ്റ വ്യത്യാസമുള്ളൂ. അപ്പം ഇത് ഈ ഭാഷ തമ്മിൽ, അതായത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സയൻറ്റിഫിക് ഭാഷ കൈ വെടിയുകയും പ്രാചീനമായ ഒരിക്കൽ കൂടെ ഉണ്ടായിരുന്ന ഫിലോസഫിക്കായിട്ടുള്ള ഭാഷയെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റായിട്ട് ഷിജു വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശാസ്ത്ര വിമർശം എന്ന് കേൾക്കുമ്പോൾ, ഒന്ന് മലയാളത്തിൽ ഈ വിമർശം എന്ന് പറയുന്നത്, ഈ ക്രിട്ടിക് എന്ന് പറയുന്ന ഒരു ആശയത്തോട് നമ്മൾ മലയാളികളാരും ഒരു തരത്തിൽ ഒരു വിമുഖത പുലർത്തുന്ന മനുഷ്യരാണ്. നമുക്ക് ഈ പറയുന്ന ക്രിറ്റിസിസം, സംവാദം എന്ന് പറയുന്ന ഒരു ആശയത്തിന് പകരം ഡയമെട്രിക്കലി ഓപ്പോസിറ്റായ ഒരു സ്ഥലത്ത് നിന്ന് യുദ്ധം ചെയ്യലാണ് നമുക്ക് പരിചയമുള്ള സംവാദം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സംവാദ രൂപങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പം ഒരു ടെലിവിഷൻ ഷോ തൊട്ട് ഈ തരത്തിലുള്ള സിമ്പോസിയ വരെയുള്ള സ്ഥലത്ത് ആദ്യത്തെ ഘട്ടത്തിൽ മാത്രമേ പരസ്പര ബഹുമാനവും പരസ്പരമായിട്ടുള്ള ഒരു തരത്തിൽ ഇതൊന്നും എൻ്റെ ഈഗോ അല്ല, മറിച്ച് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലും തെറ്റുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലും തെറ്റുണ്ടാവും. ഇത് ഒരു സംവാദത്തിൽ കൂടെ മാത്രമേ ഇത് കൾച്ചറിലേക്ക് അത് അസിമിലേറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയം ഈ മൈക്കിൻ്റെ മുന്നിൽ വരുന്നവരെ മാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയും അടുത്ത നിമിഷം അത് അലിഞ്ഞില്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ പൊതുവേ കേരളത്തിലെ സംവാദ മണ്ഡലത്തിൽ നടക്കുന്നത്. അപ്പം ഷിജു ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സംവാദ മണ്ഡലം തുറക്കുക എന്നുള്ളതാണ്. ഒരു ഇൻ്റലിജൻസിയെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശൈക്ഷണിക മണ്ഡലത്തെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തീക്ഷണ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള സംവാദങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ സംവാദങ്ങളൊക്കെ ഇപ്പം തിരിഞ്ഞു നോക്കിയിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ മുഴുവൻ വിവാദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതും വിവാദമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദർശനം നമ്മൾ മുഴുവൻ പാസ്റ്റിലും കൊണ്ടിടുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുവഴി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതിയെ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ ശാസ്ത്രം സാമൂഹികതയ്ക്ക് എന്ന മട്ടിലുള്ള പ്രസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ അത് ഷിജു ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ട്. JD ബർണലിനെ പോലെയുള്ള ഒരു ശാസ്ത്ര സിദ്ധാന്തം എങ്ങനെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അത് സംശീകരിച്ചത്, എന്നാൽ അതിനപ്പുറത്തുള്ള വരുന്ന പുതിയ തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ വീക്ഷണങ്ങളോട് പരിഷത്ത് എങ്ങനെ വിമുഖപരായി എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഷിജുവിൻ്റെ പുസ്തകത്തിൽ അത് വലിയ സംവാദത്തിനുള്ള സംഗതികളാണ്. മാത്രമല്ല കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംവാദങ്ങളെയും നിരത്തി വയ്ക്കുന്നുണ്ട്. ഇപ്പം P. ഗോവിന്ദപിള്ളയുടെ ശാസ്ത്രം, KP അരവിന്ദൻ്റെ തൊട്ട് ഇങ്ങോട്ട് P. ഗോവിന്ദപിള്ള, K. വേണു, ഇങ്ങനെ നിരവധി ആളുകൾ ശാസ്ത്രത്തിനെ അല്ലെങ്കിൽ ശാസ്ത്ര വിമർശം എന്ന് പറയുന്നത് അവരിൽ എങ്ങനെയാണ് നടന്നതെന്നുള്ള വലിയൊരു ചരിത്രവും ഷിജു അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ പുസ്തകം പ്രധാനപ്പെട്ടാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പം പൊതുവേ ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ശുദ്ധിയുടെ വാദം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്തൊരു റേസിസം ഉണ്ടാക്കാനാണ് പൊളിറ്റിക്സിൻ്റെ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ അവരുടെ ശാസ്ത്രയുക്തി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു റേസിസം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതില്ലാന്ന് നമുക്കൊക്കെ അറിയാം. ഹിന്ദു റേസിസം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനെ പൊളിറ്റിക്കലായിട്ട് പലരും നേരിടുന്നുണ്ട്, ശാസ്ത്രീയമായിട്ടും നേരിടുന്നുണ്ട്. പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു നേരിടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ നേരിടലുകൾ വരുമ്പോൾ ഇപ്പം ടോണി ജോസഫിൻ്റെ പോലത്തെ ഒരു പുസ്തകം വരുന്നു.
ആ പുസ്തകത്തിലെ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട യുക്തി എന്ന് പറഞ്ഞാൽ, ആര്യൻ ഇൻവേഷൻ്റെ 4 തരം ഇൻവേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ആഫ്രിക്ക എന്നുള്ളത്, പിന്നെ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഏഷ്യ എന്നൊക്കെയുള്ള മൈഗ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ് നമുക്കറിയാം ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു അതിൻ്റെ ചരിത്രയുക്തി എന്ന് പറയുന്നത്, ഫാസിസത്തിൻ്റെ, ഹിന്ദു റേസത്തിൻ്റെ ചരിത്രയുക്തി എന്ന് പറയുന്നത് ആര്യൻ ഇൻവേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പ്രധാനമായിട്ടുണ്ടായ ഒരു ശാസ്ത്രീയമായ തിരിച്ചറിവ് എന്ന് പറഞ്ഞത്, നമ്മുടെ ഈ mtDNA എന്ന് പറയുന്നത് അമ്മയുടെ നിന്ന് കിട്ടിയ മാട്രിലീനിയർ DNA എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെയാണ് ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാട്രിലീനിക്ക്, ഇന്ത്യയിൽ മാതൃസ്ഥാനത്തിന് ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആര്യൻ അധിനിവേശം എന്ന് പറഞ്ഞാൽ മെയിൽ മൈഗ്രേഷൻ ആയിരുന്നു, ആണുങ്ങളായിരുന്നു വന്നത്, അല്ലാതെ സ്ത്രീകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആണുങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഇത് വംശത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം സ്ത്രീകൾ ഇവിടെ ഉള്ളായിരുന്നു. അതെങ്ങനെ നേടി എന്നുള്ള വയലൻസ് ആണോ നോൺ വയലൻ്റ് ആയിട്ടാണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അപ്പം mtDNA ഒരു ബ്രേക്കും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇത് ശാസ്ത്രീയമായിട്ടുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവരും കലർപ്പാണ്, ഒരാളും ശുദ്ധരല്ല. എന്ന് പറഞ്ഞാൽ റേസിസത്തിന് ഒരടിസ്ഥാനവും ഇന്ത്യയിലില്ല, എല്ലാവരും കലർപ്പിട്ടതാണ്. ഇതിന് ഉപോത്ഫലകമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സിൽ നിന്നാണ് വരുന്നത്. ഇപ്പം പെഗി മോയിൻ്റെ ഒക്കെ പുസ്തകം ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ട്. മാൻഡ്രേഴ്സ് കിങ്സ് ആൻഡ് മർച്ചൻ്റ് എന്ന് പറയുന്ന പുസ്തകം വരുന്നു. അതിനുശേഷം ഈ ഫാദർലാൻഡ് ആൻഡ് മദർ ടങ് എന്ന് പറയുന്ന പുസ്തകം വരുന്നു. അതിൽ അവർ തന്നെ കേരളത്തെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ പരിണതികളൊക്കെ വളരെ വിശദമായിട്ട് വേറൊരു കാഴ്ചപ്പാടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെഗി മോയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ റെട്രോഫ്ലെക്സ് സൗണ്ട് എന്ന് പറയുന്നത്, നാവ് മടക്കി പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ഈ ടാട്ടാണ് നമുക്കേ ഉള്ളൂ, ഇത് പുറത്തെ ആൾക്കാർക്ക് ഇല്ല. ഈ ടാട്ടാണ് നമ്മൾ പഠിക്കുന്ന ഈ നാവ് മടക്കുന്ന ഒച്ച, റെട്രോഫ്ലെക്സ് സൗണ്ട് നമുക്കേ ഉള്ളൂ. അപ്പോൾ ഈ റെട്രോഫ്ലെക്സ് സൗണ്ട്, ഋഗ്വേദത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ റെട്രോഫ്ലെക്സ് സൗണ്ട് ഇല്ല. അതിലൊരു ഘട്ടം വരെ റെട്രോഫ്ലെക്സ് സൗണ്ട്സ് വളരെ കുറവാണെന്ന് മാത്രമല്ല തീരെ ഇല്ല എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ലേറ്റർ പാർട്ടിൽ ഇത് കയറി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സംസ്കൃതം മലയാളത്തെ സ്വാധീനിച്ചു, സംസ്കൃതം മറ്റ് ഭാഷകളെ സ്വാധീനിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നതെങ്കിലും ഈ ഭാഷകളിലൊക്കെ കയറി പറ്റിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മലയാളമാണ് സംസ്കൃത വാക്കുകൾ അങ്ങനെ സ്വീകരിച്ചത്. ഹിന്ദിയൊന്നും സംസ്കൃത വാക്യമല്ല, ഹിന്ദി പ്രാകൃതത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി എന്നാണ് ഹിന്ദിയൊക്കെ ഉടലെടുക്കുന്നത്. മലയാളമാണ് സ്വീകരിച്ചത്. മലയാളം സ്വീകരിക്കുമ്പോഴും മലയാളത്തിൽ സംസ്കൃത സ്വാധീനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ നാമപദങ്ങളെ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. നാമത്തിനെ മാത്രമേ സംസ്കൃത പദങ്ങൾ റീപ്ലേസ് ചെയ്തുള്ളൂ. അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്, എങ്ങനെയാണ് പദങ്ങൾ കൂട്ടിയിണക്കേണ്ടതെന്ന് പറയുന്നത് വേറൊരു വഴി കൂടെ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് പോലും നോക്കിക്കഴിഞ്ഞാൽ കലർപ്പിലാണ്. പക്ഷെ ഇത് ഒരു സയൻറ്റിഫിക് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കില്ല. ഇത് സയൻറ്റിഫിക് ആയിട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട്, മറ്റേ mtDNA എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആർഗ്യുമെൻ്റ് ആണ്. ഈ കാര്യം എന്ന് പറയുന്നത്, ഈ ചരിത്രത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അത് സയൻറ്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ട് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. നമ്മൾ ജീവിക്കുന്ന ഭാഷയ്ക്കുള്ളിലെ ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡറി എവിഡൻസ് ആവും. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ചരിത്രം സ്വയം അത് ശാസ്ത്ര പദവി നേടാനായി ചരിത്രശാസ്ത്രം ആയിട്ട് വേഷം മാറാൻ തുടങ്ങും. എക്കണോമിക്സ് സ്വയം ഒരു ശാസ്ത്രമായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങും. ഇത് രണ്ടും നമുക്കറിയാം, ഇത് രണ്ടിലും ഭാവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന വലിയ E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഓടുന്ന ഒരു സാധനമല്ല. അത് ഒരു പക്ഷേ ആ സമയത്തെ അധിനിവേശത്തിന് ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള റിസർവ് ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള റെഗുലേറ്റർ, നമ്മുടെ കയ്യിലുള്ള ഈ കാശടിക്കാനുള്ള മെഷീൻ, ഇതൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ്. ഇതും ശാസ്ത്രമായിട്ടാണ് ഇപ്പം അവതരിപ്പിക്കുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഏക ന്യായം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടേ നിലനിൽക്കുള്ളൂ എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. കാരണം അത് എക്കണോമിയാണ്, അത് ശാസ്ത്രമാണ്. അതുകൊണ്ട് അതിനെ വിമർശിക്കണമെങ്കിൽ നമുക്ക് കുറേ കൂടി ആ ജ്ഞാനം നമ്മൾ നേടേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശാസ്ത്രയുക്തി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്
ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഒരു 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 ഡോക്ടറിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്ടറിനെ വിമർശിക്കുന്നത് വഴിയേ ശാസ്ത്രം അവിടെ നൽകുള്ളൂ, ബാക്കി മണ്ഡലങ്ങളും അവിടെ നൽകുള്ളൂ. യഥാർത്ഥത്തിൽ ഈ കാലം എന്ന് പറയുന്നത് പരസ്പരം കൂട്ടിയിണക്കപ്പെട്ട ഒരുപാട് ജ്ഞാനമണ്ഡലങ്ങൾ വഴി മാത്രമേ നമുക്ക് ഈ കാലത്തെ പിടികിട്ടുള്ളൂ, ഈ കാലത്തെ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഐഡിയോളജിയുടെ പ്രശ്നം. ഒരു സിംഗിൾ ഐഡിയോളജി കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ലോകത്തെ പിടിക്കാമെന്ന് 19-ാം നൂറ്റാണ്ടിലെ ധൈര്യം നിങ്ങൾക്ക് ഒന്നും ആർക്കും ഉള്ളിലില്ല. ഒറ്റ ഐഡിയോളജി കൊണ്ട് നമുക്ക് ലോകത്തെ പിടിക്കാൻ പറ്റില്ല. അത് നിരവധി ഐഡിയോളജികളുടെ കലർപ്പ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഐഡിയോളജിക്കലായിട്ട് ഒരു സിറ്റുവേഷനെ ഏത് സ്ഥലത്തും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് ശാസ്ത്രത്തിനും സംഭവിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പുതിയ ക്യാൻഡുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ പുതിയ ക്യാൻഡുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന ഒരു പുസ്തകം കൂടിയാണ് ഷിജുവിൻ്റെ ഈ പുസ്തകം. ഇത്രയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്നെക്കൊണ്ട് ഈ സാഹസികത ചെയ്യിപ്പിച്ച ഷിജുവിനും ഹരിദാസിനൊക്കെ ഒരു വലിയ സല്യൂട്ട് കൊടുത്ത് നിർത്തുന്നു. നന്ദി.